ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമർനാഥിലെ ആ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ്. അവിടുത്തെ മഞ്ഞുലിംഗം. അമർനാഥ് വിശ്വാസവും ശാസ്ത്രവും എന്നൊരു പഠനം മുന്നിൽ വെച്ചാണ് നമ്മളിന്ന് ഇത് ചർച്ച ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ ഒരുപാട് ഉയരത്തില് ഏതാണ്ട് 12,700 അടി മുകളിലാണ് ഈ ഗുഹാക്ഷേത്രം. അവിടുത്തെ ആ മഞ്ഞുരൂപം ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്, അല്ലേ? വർഷത്തിൽ വളരെ കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റും, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. ആ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് കഷ്ടപ്പെട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. എന്താണ് ശരിക്കും ഈ മഞ്ഞുലിംഗം? ഇതെങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെടുന്നത്? വിശ്വാസികൾക്ക് ഇതൊരു സാധാരണ മഞ്ഞുകൊട്ടയല്ലല്ലോ. എന്താണ് അതിന് പിന്നിലെ വിശ്വാസം? പിന്നെ ശാസ്ത്രം എന്താവും ഇതിനെക്കുറിച്ച് പറയുന്നത്? ഓക്കെ, നമുക്കിതൊന്ന് അടുത്ത് പരിശോധിക്കാം. വിശ്വാസം വെച്ച് നോക്കുമ്പോൾ ഇത് മനുഷ്യരുണ്ടാക്കിയതല്ല, സ്വയംഭൂ എന്നാണ് പറയുക. അതായത് തനിയെ ഉണ്ടായത്. ശിവന്റെ ആ ഒരു രൂപമില്ലാത്ത അവസ്ഥ, നിർഗുണഭാവം, അതാണിത് പ്രതിനിധീകരിക്കുന്നത്. അതിലും ഒരു രസകരമായ കാര്യം കേട്ടത്, ഈ മഞ്ഞുലിംഗം വലുതാവുന്നതും ചെറുതാവുന്നതും അത് ചന്ദ്രന്റെ വളർച്ചയും തളർച്ചയും അനുസരിച്ചാണെന്നാണ് വിശ്വാസം. ഒരു പ്രപഞ്ചതാളം പോലെ, അല്ലേ? സൃഷ്ടിയും സംഹാരവുമൊക്കെയായി ഇതിനെ ബന്ധിപ്പിക്കുന്നു. പിന്നെ അമരത്വത്തിന്റെ രഹസ്യം, അമർ കഥ, അത് ശിവൻ പാർവതിക്ക് വെളിപ്പെടുത്തിയത് ഈ ഗുഹയിൽ വെച്ചാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. ശരിയാണ്, ആ വിശ്വാസങ്ങൾക്ക് അതിൻ്റെതായ ആഴവും അർത്ഥവുമുണ്ട്. അതൊരു വശം. അതേസമയം ശാസ്ത്രീയമായിട്ട് ഇതിനെ നോക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയയും അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ മഞ്ഞ് രൂപം നമ്മൾ ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ അതൊരു സ്റ്റാലഗ്മൈറ്റ് ആണ്. സ്റ്റാലഗ്മൈറ്റ്, അതെ. അതായത് തണുപ്പുള്ള ഗുഹകളിലൊക്കെ തറയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്ന മഞ്ഞു തൂണുകളില്ലേ, അതുപോലെ ഒന്ന്. സാധാരണ ഗുഹകളിൽ പാറയുടെ രൂപങ്ങളാണല്ലോ കാണാറ്. ഇത് മഞ്ഞിൽ എങ്ങനെയാണ്? എന്താണ് അതിന്റെ പ്രോസസ്? പ്രക്രിയ ശരിക്കും വളരെ ലളിതമാണ്. ഒന്ന്, ആ ഗുഹയ്ക്കുള്ളിൽ മിക്കവാറും സമയം താപനില 0-നും താഴെയായിരിക്കും, നല്ല തണുപ്പ്. പിന്നെ ഗുഹയുടെ പുറത്ത് മഞ്ഞുരുകി ഉണ്ടാകുന്ന വെള്ളമില്ലേ, അത് മുകളിലെ പാറകളിലെ വിള്ളലുകളിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങും. താഴേക്ക് തുള്ളിത്തുള്ളിയായിട്ട്? അതെ, തുള്ളികളായിട്ട് താഴേക്ക് വീഴും. ഗുഹയ്ക്കുള്ളിലെ ആ അതിശൈത്യം കാരണം ഈ തുള്ളികൾ തറയിൽ വീഴുന്ന അപ്പു തന്നെ തണുത്തുറഞ്ഞു പോകും. ഇങ്ങനെ തുള്ളികൾ ഒരേ സ്ഥലത്ത് തന്നെ തുടർച്ചയായി വീണ് ഉറയുമ്പോൾ അത് പതുക്കെ പതുക്കെ മുകളിലേക്ക് വളരും, ഒരു സ്തംഭം പോലെ. ഓഹോ, അപ്പൊ ഈ തുള്ളികൾ വീണുറഞ്ഞുറഞ്ഞാണ് ഇത്രയും വലിയ രൂപമായി മാറുന്നത്. അത്ഭുതം തന്നെ. പക്ഷെ ഈ വലിപ്പം കൂടുന്നതും കുറയുന്നതും അത് കൃത്യമായി ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയാണല്ലോ വിശ്വാസികൾ കാണുന്നത്. ശാസ്ത്രീയമായി അതിനെങ്ങനെയാണ് വിശദീകരണം? അത് നല്ല ചോദ്യമാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഈ വലിപ്പ വ്യതിയാനത്തിന് കാരണം പ്രധാനമായും താപനിലയിലുള്ള മാറ്റങ്ങളാണ്. താപനിലയാണോ? അതെ. തണുപ്പ് കൂടുന്ന സമയത്ത്, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശ്രാവണ പൂർണിമയോടൊക്കെ അടുപ്പിച്ച്, അപ്പോൾ കൂടുതൽ വെള്ളം വേഗത്തിൽ തണുത്തുറയും. അപ്പോൾ ഈ ലിംഗം വലുതാകും. ചിലപ്പോ ഒരു 10 അടിയോളം ഉയരം വെക്കാറുണ്ട്. 10 അടി വരെ? അതെ. എന്നാ താപനില കുറച്ചു കൂടുമ്പോൾ മഞ്ഞുരുകുന്നതിന്റെ വേഗത കൂടും, പക്ഷെ തണുത്തുറയുന്നത് കുറയും. സ്വാഭാവികമായും അപ്പൊ വലിപ്പം കുറഞ്ഞു വരും. മനസ്സിലായി. ഗുഹയിലെ ഈർപ്പത്തിന്റെ അളവ്, പിന്നെ കാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്. ചന്ദ്രൻ നേരിട്ട് ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും നിലവിലില്ല. പക്ഷേ ആ പ്രത്യേക കാലയളവിലെ അന്തരീക്ഷ സ്ഥിതി, തണുപ്പിന്റെ തീവ്രത, അതൊക്കെ ഈ രൂപീകരണം ഏറ്റവും സജീവമാകുന്ന സമയമാണ്. അതിനെ വിശ്വാസികൾ ചാന്ദ്രചക്രവുമായി ബന്ധിപ്പിക്കുന്നു എന്നത് അതിനൊരു സാംസ്കാരികമായ പ്രാധാന്യം നൽകുന്നു. ശരി ശരി. പിന്നെ ഇതൊരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ലാട്ടോ. ഓസ്ട്രിയ, സൈബീരിയ, US ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ അതിശൈത്യമുള്ള ഗുഹകളിലും ഇതുപോലെ മഞ്ഞുതൂണുകൾ കാണാറുണ്ട്. അപ്പോ കാര്യങ്ങൾക്കെല്ലാം ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. ഒരു വശത്ത് സ്വയംഭൂവായ ദൈവികമായ രൂപം എന്ന ആഴത്തിലുള്ള വിശ്വാസം, മറുവശത്ത് തണുത്ത ഗുഹയിൽ സ്വാഭാവികമായി വെള്ളം തുള്ളി വീണുറഞ്ഞുണ്ടാകുന്ന ഒരു സ്റ്റാലാഗ്മൈറ്റ് എന്ന ശാസ്ത്രീയ വിശദീകരണം. ഇത് രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അവിടെയാണ് അതിന്റെ ഒരു ഭംഗി. ഇവ രണ്ടും പരസ്പരം എതിർക്കണമെന്നില്ല. ശരിക്കും ഒരു തലത്തിൽ നോക്കിയാൽ ശാസ്ത്രം വിശദീകരിക്കുന്നത് ഇതെങ്ങനെ രൂപപ്പെടുന്നു എന്നാണ്. അതെ. വിശ്വാസം അതിന് എന്തർത്ഥം നൽകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടത് പ്രധാനപ്പെട്ടതാകുന്നു എന്ന് പറയുന്നു. അമർനാഥ് യാത്രയുടെ സമയം ശ്രദ്ധിച്ചിട്ടില്ലേ? അത് കൃത്യമായി അവിടുത്തെ കാലാവസ്ഥ യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമാകുന്ന, അതായത് ഈ മഞ്ഞ് രൂപീകരണം ഏറ്റവും നന്നായി കാണാൻ സാധ്യതയുള്ള സമയവുമായി ഒത്തുവരുന്നുണ്ട്. അത് ശരിയാണ്. അപ്പൊ പ്രകൃതിയുടെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസത്തിന് മനുഷ്യൻ വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ അർത്ഥം നൽകുന്നു. രണ്ടും ഒരുമിച്ചു പോകുന്നു. ശരിയാണ്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസം, അതോടൊപ്പം അഗാധമായ മതവിശ്വാസം, രണ്ടും ചേരുമ്പോൾ അതൊരു അസാധാരണ അനുഭവമായി മാറുന്നു. ശാസ്ത്രീയമായി ഇതൊരു ശീതീകരണ പ്രക്രിയയുടെ ഫലമാണെങ്കിലും
അതിന് ലോകം നൽകുന്ന ആത്മീയ പ്രാധാന്യം അതിതിനെ വേറിട്ടു നിർത്തുന്നു.